രഞ്ജിത്ത്, പൂനെയിൽ നടന്ന ഒരു അതിദാരുണ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അതായത് വിവാഹം ഉറപ്പിച്ച ശേഷം ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിനായി ആ പെൺകുട്ടിക്ക് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. ഈ വിവാഹത്തിൽ നിന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിനായി പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം കണ്ടിരുന്നു. കൊലപ്പെടുത്തി ആ യുവാവ് മരണപ്പെട്ടു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ യുവതിയും ആ പെൺകുട്ടിയുടെ കാമുകനും വിവാഹിതരായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ എനിക്കൊരു പ്രണയമുണ്ട്, ഞാൻ ആ കാമുകനുമായി വിവാഹിതയാണ്, വിവാഹം കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയാൻ മടിച്ച് ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങിയ ഒരു പെൺകുട്ടിയാണ് കാണുന്നത്. എന്താണ് ശരിക്കും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കേസ്, അതായത് കേതൻ സിയ, ഈ കേസ് എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂറുകളിലും ഓരോ ട്വിസ്റ്റ് നടന്നുകൊണ്ടിരുന്ന കേസ്. ഇപ്പൊ ഈ കേസിന്റെ നാൾ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേതന്റെ ഫിയാൻസിയായ സിയ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പം മഹാരാഷ്ട്രയിലെ പൂനെയിലെ ലോഹഘട്ട്, ഏകദേശം ഒരു പൂനെയിൽ നിന്ന് ഒരു 52 കിലോമീറ്റർ മാറിയുള്ള ലോഹഘട്ട് ഫോർട്ടിലേക്ക് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോകുന്നത്. അവിടെ പോകുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിനിടയ്ക്ക് കേതൻ കാൽത്തെറ്റി 400 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴുന്നു. അപ്പോൾ ഇതായിരുന്നു പോലീസിന് ആര് നൽകിയ വിവരം? സിയ നൽകിയ വിവരം. അപ്പോൾ പോലീസിന് വേറെ സംശയമൊന്നുമില്ല, ഇത് അപകട മരണമായിട്ട് തന്നെ അവർ സ്ഥിരീകരിച്ചു. കാരണം എന്ന് വെച്ചാൽ കൊക്കയിൽ നിന്ന് വീഴുന്ന സമയത്ത് തലക്കേറ്റ ഗുരുതരമായ പരിക്കുകൾ, ഇൻറ്റേർണൽ ഓർഗൻസിനുണ്ടായ പരിക്കുകൾ, ഇതൊക്കെ കണക്കിലെടുത്ത് അത് അപകട മരണമായിട്ട് തന്നെ അവർ സ്ഥിരീകരിച്ചു. ഇതിന് വേറെ സംശയങ്ങളൊന്നുമില്ല, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. അപ്പോൾ നവംബറിലാണ് ഇവരുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്നത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് നവംബറിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എവിടെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേതൻ്റെ സഹോദരിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങി. അതായത് ഇപ്പം ആ സമയത്ത് ഇപ്പം സിയ കാണിച്ചൊരു ഇമോഷണൽ ഡ്രാമയല്ലാതെ മറ്റ് കാര്യങ്ങൾക്കൊന്നും സിയ വലുതായിട്ട് പ്രതികരിക്കുന്നില്ല. പിന്നെ സിയ പറയുന്ന കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളൊക്കെ തോന്നുന്നു. പിന്നെ മെയിനായിട്ട് സഹോദരിക്ക് തോന്നിയൊരു ഡൗട്ടാണ്, ഒരു 20 ദിവസത്തിനിടയ്ക്ക് 3 തവണ എന്തിനാണ് ഈ ഹട്ടിലേക്ക് ഇവർ പോയത്? അത് സിയയ്ക്ക് വലിയൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ പോലീസുകാർ ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഇവരെയൊക്കെ സമാധാനിപ്പിക്കാനായിട്ട് വരുന്ന സമയത്ത് കേതൻ്റെ സഹോദരി മാറ്റി നിർത്തി പോലീസുകാരോട് ഈ സംശയം പറയുന്നു. അപ്പോൾ എങ്ങനെ? കാരണം പറയുന്നതിൽ പൊരുത്തക്കേടുണ്ട്, ഇതുപോലെ തന്നെ 3 തവണ ഇവർ പോകേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു സംശയം പറയുന്ന സമയത്ത് ശരി, പോലീസുകാർ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്ത് എന്താ ഉണ്ടായത്? ആദ്യമേ സിയ പറഞ്ഞത് നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് താഴെ വീണു എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോലീസുകാരൊന്ന് ചോദ്യം ചെയ്തു വരുന്ന സമയത്ത് സിയുടെ വാക്കിൽ മാറ്റം ഉണ്ടായി. വെള്ളം എടുക്കാൻ സമയത്ത് കുനിഞ്ഞ സമയത്ത് പോയതാണെന്ന്. അപ്പോഴത്തേക്കും പോലീസുകാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ പിന്നെ അതായത് ചേതനും സിയയും കൂടി ചേർന്നിട്ട്, അതായത് അയാളുടെ കാമുകനും കൂടെ ചേർന്നിട്ടാണ് ഇത് നടത്തിയെന്നുള്ളത്. ഈ സഹോദരി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, 20 ദിവസത്തിനുള്ളിൽ എന്തിനാണ് 3 തവണ ഒരേ സ്ഥലത്ത് പോയത് എന്നുള്ള സംശയം. ഇതിൽ ഈ അവസാനം കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് ഈ സ്ഥലം സന്ദർശിച്ചപ്പോഴും സിയ ഈ പറഞ്ഞ നമ്മുടെ കേതനെ തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ എന്തിനാ നീ എന്നെ തള്ളിയതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഞാനൊരു പാമ്പിനെ കണ്ടു, അതുകൊണ്ടാ തള്ളിയതെന്ന് പറയുന്നു. അപ്പോൾ കേതൻ വിചാരിക്കുന്നു അവൾ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം എല്ലാവരും ചോദിക്കുകയാണ്, ഒരു റെഡ് ഫ്ലാഗ് കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അയാൾക്ക് എന്നുള്ള കാര്യം സംശയമാണ്. പ്രണയം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചു പോയി. അതെ, നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകിക്കൊണ്ടിരിക്കും പ്രണയിക്കുന്ന ആള് ശരിയാണ് എന്ന് തരാൻ വേണ്ടിയിട്ട്. രഞ്ജിത്ത്, ഇതിന്റെ മറ്റേ വൈറൽ ആയിട്ടുള്ള റീലുകളൊക്കെ കണ്ടിട്ടില്ലേ? മറ്റേ ഫ്ലവേഴ്സ് ഗിഫ്റ്റ് ചെയ്യുന്നതും പ്രൊപ്പോസൽ സീനും ഇതൊക്കെ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിൾ, അല്ലെങ്കിൽ രണ്ടുപേരും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നല്ലേ ഇതിൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും 17 കോടിയുടെ ഒരു കൊട്ടാരമാണ് ഇതിനു വേണ്ടി ബുക്ക് ചെയ്തത്. പ്രൈവറ്റ് ജെറ്റുകൾ ഉൾപ്പെടെയുള്ള ആഡംബരമായിട്ടുള്ള ഒരു വിവാഹമാണ് ഇവര് നടത്താൻ ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഇപ്പം കേതന്റെ ഒരു റിച്ച്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി പോലും സിയയുടെ ഫാമിലിക്ക് ഇല്ല എന്നുള്ളത് സത്യാവസ്ഥ. അത് മാറ്റി നിർത്തോട്ടെ. എന്നാൽ ഒരു സാധാരണ മനുഷ്യനോട് ചെയ്യേണ്ട ഒരു കാര്യമാണോ അത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ബന്ധത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് പറയാനുള്ള മടി കാരണം ഒരു വലിയ ക്രൈമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന വാർത്ത എന്താ? ഇപ്പൊ ഇവരുടെ വിവാഹ നിശ്ചയം നടത്തുന്നതിന് മുമ്പേ സിയയും ചേതൻ പുള്ളിക്കാരനുമായിട്ടുള്ള
രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. അതിപ്പം പോലീസുകാർ ഇവരുടെ സുഹൃത്തുക്കളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിന്റെ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടി ഈ പറഞ്ഞ ക്രൈമിന് ഒരു സോളിഡ് എവിഡൻസ് ആണ് കിട്ടുന്നത്. എന്തിനു ക്രൈം ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒരു എവിഡൻസ് കിട്ടും. എന്തെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇടയ്ക്കേറി പറയാമെന്ന് വിചാരിക്കരുത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജീവിതത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവാതിരിക്കുക എന്നുള്ളതാണ്. എന്തിനാ അഭിനയിച്ചിട്ട് ഒരാളുടെ ജീവിതം കളയുന്നത്? ഇനി എത്രത്തോളം ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഈ വിഗിന്റെ എന്തോ ഒരു കേസ് പറഞ്ഞിരുന്നു സിയ, മുടി അത് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിൽ കൂടിയും എന്തിന്റെ പേരിലാണെങ്കിലും ഇപ്പോൾ ഇഷ്ടമല്ലാത്തൊരു ബന്ധമാണ്, താല്പര്യമില്ല, എനിക്ക് മറ്റൊരു പ്രണയമുണ്ട്, വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടാണ്, മറ്റു വഴികളുണ്ടല്ലോ. ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്തുന്നത് മാത്രമല്ല ഒരാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സൈഡ് നോക്കുകയെന്നുണ്ടെങ്കിൽ വളരെ വലുതായിട്ടുള്ള പ്രണയാഭ്യർത്ഥനയോ പ്രപ്പോസലുകൾ നടക്കുന്നു. വളരെ ഉയരത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ ഉയരത്തിൽ പോയി ഏറ്റവും ടോപ്പിൽ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ഫാന്റസിയാണ്, അത് അവർ ചെയ്യുന്നു. മറ്റേ സ്നേഹത്തിന് വേണ്ടി അവർ ആ കാര്യങ്ങളെ ചെയ്തിട്ട് അവർ ഓപ്പൺ റിലേഷൻഷിപ്പ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവർക്ക് ഇപ്പോൾ സിയയ്ക്ക് ഒരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ലേണ്ട ആവശ്യം അതിനകത്ത് വരുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറിയേനെ. ഇപ്പോൾ ഈ പറഞ്ഞ കേതൻ അഗർവാളിനോട് പറയുകയാണ്, എനിക്കൊരാളുമായി പ്രണയമുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരികയാണെങ്കിൽ, കോടികളുടെ സ്വത്ത് വേണ്ടെന്ന് വെച്ച് കാമുകനൊപ്പം പ്രണയമാണ് വലുതെന്ന് പറഞ്ഞ് പോയ സിയ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിസൈസേഷൻ നമ്മൾ കാണേണ്ടി വന്നേനെ. തീർച്ചയായിട്ടും. പക്ഷെ ഇതിനെ നമുക്ക് റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. പണം ഉള്ളതോ ഇല്ലാത്തതോ രണ്ടാമത്തെ കാര്യം. ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്റെ ഇത് എന്ത് കാര്യത്തിനാണ്? ഇപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം ഇവരുടെ മറ്റാർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇയാൾ തടയിട്ട് വീണ്ടും എനിക്ക് വേണം, ശല്യം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു നീതീകരണം അതിനകത്ത് നമുക്ക് തെരഞ്ഞു നോക്കുന്നവർക്ക് കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അല്ല, ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ തപ്പുകയാണെങ്കിൽ, ഐ മീൻ പോസ്റ്റുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കേതന്റെ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവൾ ഇത്രയും റെഡ് ഫ്ലാഗ് ആയിട്ടും അവളൊരു വിഷപ്പാമ്പായിട്ടും ആ പ്രണയം ഉയർത്തിപ്പിടിച്ചല്ലോ എന്ന് പറഞ്ഞ് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട്. കേതൻ ഇത് തിരിച്ചറിഞ്ഞില്ല, അത് പ്രണയമാണെന്ന്. പക്ഷെ അതിനെ അന്ധമായ പ്രണയം എന്നൊന്നും ഞാൻ പറയില്ല. അത് കണ്ണു മൂടപ്പെട്ട പ്രണയം എന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പൊ നമ്മളിനി പ്രണയം എന്നല്ല എന്തുവാണെങ്കിലും ഒന്നിനെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്. കണ്ണ് വേണം നമുക്ക് എപ്പോഴും. കാരണം നമ്മുടെ മുമ്പിലുള്ളത് എന്താന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. അത് പ്രണയമാണെങ്കിലും മറ്റേത് റിലേഷൻഷിപ്പ് ആണെങ്കിലും. കാരണം നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ബേസിക്കലി എല്ലാ മനുഷ്യരും സെൽഫിഷ് ആണ്. എല്ലാവർക്കും സ്വന്തം അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ സ്വയം ഇഷ്ടപ്പെട്ടതിന് ശേഷമേ രണ്ടാമതൊരാളെ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതും ഒക്കെ നമ്മൾ തന്നെ ആയിരിക്കണം. വേറൊരാൾ നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവതരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്, മണ്ടത്തരമാണ്. അതെ, അതിന്റെ ഒരു ആവശ്യമില്ല.